നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM പ്രതിക്കൂട്ടിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് നിർണായക ഹൈക്കോടതി വിധി വന്നത്. കേസിലെ പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയും 2 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി വിധിയിൽ പ്രതികരിച്ച് നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നിരിക്കുകയാണ്. ചുവപ്പ് അത് ആരുടെയും തറവാട് സ്വത്തല്ലെന്ന് മരിച്ചിട്ടും ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്ന TP എന്നാണ് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വെട്ടിയരിഞ്ഞിട്ടും മുറിവ് കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന സഖാവ് എന്നും TP ചന്ദ്രശേഖരനെ ഹരീഷ് വിശേഷിപ്പിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പ്രതികരണവുമായി LDF കൺവീനർ EP ജയരാജനും രംഗത്ത് വന്നിരുന്നു. TP വധക്കേസിൽ CPMന് പങ്കില്ലെന്നും ഹൈക്കോടതി വിധി വെച്ച് വീണ്ടും CPMനെ വേട്ടയാടാൻ ശ്രമമെന്നും EP ജയരാജൻ പ്രതികരിച്ചത്. കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ലെന്നും കുഞ്ഞനന്തൻ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയാണെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. കുഞ്ഞനന്തൻ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയാണെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA നൽകിയ ഹർജി തള്ളിയത് CPM ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണെന്നും EP ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികളെ എല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. 26-ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുതെന്ന സന്ദേശവുമായാണ് ഹൈക്കോടതി നടപടികൾ. അസാധാരണ നടപടികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത്. 2 പ്രതികളെ കൂടി ശിക്ഷിക്കുന്നു. ഇതിൽ KK കൃഷ്ണൻ CPM നേതാവാണ്. ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ ഹൈക്കോടതി വെറുതെ വിട്ടു. ഇത് CPMന് ആശ്വാസമാണ്. എന്നാൽ മോഹനനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA അപ്പീൽ നൽകാൻ സാധ്യത ഏറെയാണ്. ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് KK കൃഷ്ണൻ. ജ്യോതി ബാബുവും ഗൂഢാലോചന കേസിലാണ് കുറ്റക്കാരനാകുന്നത്. പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിൽ ഇനിയും വാദം കേൾക്കൽ തുടരും. ഇതിനു വേണ്ടിയാണ് 26-ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.